നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ അക്കൗണ്ടിനൊക്കെ റെസ്ട്രിക്ഷൻ സംഭവിക്കാറ്. അപ്പൊ അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻ സംഭവിച്ച ഒരു ഫോളോവർ, ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് രാവിലെ ഒരു മെസ്സേജ് വന്നു. അതായത് എൻ്റെ ഫേസ്ബുക്ക് പെട്ടെന്ന് എൻ്റെ പ്രൊഫൈൽ ഹാസ് സം ഇഷ്യൂസ് എന്ന് കാണിക്കുന്നു. അതിൽ റിവ്യൂ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്ന, അതായത് നമുക്കിവിടെ വി റിമൂവ്ഡ് യുവർ പ്രൊഫൈൽ പോസ്റ്റ്, അതുപോലെ തന്നെ അതിന്റെ താഴെ റിവ്യൂ കണ്ടന്റ് എന്ന് കാണിക്കുന്നു. അതിന്റെ താഴെ തന്നെ സം ഓഫ് യുവർ കണ്ടന്റ് ഈസ് നോട്ട് ഏണിംഗ്. അപ്പൊ പെട്ടെന്ന് കിട്ടുന്ന നമ്മൾ ഇതുപോലുള്ള റെസ്ട്രിക്ഷൻ നമ്മൾ ആകെ തള്ളത്തി കളയും. കാരണം നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യം ഇല്ലാണ്ടാവും. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പല ആൾക്കാരും പലതരത്തിലുള്ള വീഡിയോ അതുപോലെ തന്നെ ഫോട്ടോ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അക്കൗണ്ടിന് പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ സംഭവിക്കുന്നത്, അതും നല്ല രീതിയിൽ ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നവർക്കും ഇങ്ങനെയുള്ള ഒരു പണി കിട്ടുന്നത്. കോപ്പിറൈറ്റ് കിട്ടുന്നവരുടെ വിഷയം അത് വേറെ, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ട് കിട്ടുന്നവരുടെ വിഷയം അത് വേറെ. ഇത് അതൊന്നുമല്ല, നമ്മൾ സാധാ ഒരു നോർമൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ, അല്ലാത്ത രീതിയിലുള്ള ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പണി കിട്ടാറുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ശരിയാക്കി എടുക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന് വന്നൊരു മെസ്സേജ് ആണ്. പെട്ടെന്ന് ഇന്നലെ ഒരു കുഴപ്പമുണ്ടായില്ല. ഇന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോഴത്തേക്ക് പ്രൊഫൈൽ ഹാസ് സം ഇഷ്യൂസ് എന്ന് കാണിക്കുന്നു. ഇതിൽ റിവ്യൂ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ താഴേക്ക് പോകുന്നു. താഴേക്ക് പോയിട്ട് ഇവിടെയുള്ള ഇങ്ങനെ ഒരു ഇഷ്യൂസ് ആണ് ഇവനെ വീണ്ടും കാണിക്കുന്നത്. എന്നിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ റീസൺ എന്തുകൊണ്ട് നമുക്ക് ഈ ഇഷ്യൂ വന്നു, അതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മുടെ ഈ മോണിറ്റൈസേഷന്റെ ഈ ഭാഗത്ത് യുവർ പ്രൊഫൈൽ ഈസ് നോ ലോങ്ങർ ഏണിംഗ് മണി, അതായത് മോണിറ്റൈസേഷനും കട്ടായി, അതുപോലെ തന്നെ അതിന്റെ താഴെയുള്ള റെക്കമെൻഡേഷനും കട്ടായി. ഈ ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ട്, ഈ ഇഷ്യൂ എന്താണ്, നമുക്ക് ഇഷ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഫിനാൻഷ്യൽ ഫ്രോഡ് ആൻഡ് സ്കീം. അത് സാമ്പത്തികമായി തട്ടിപ്പ് നടത്തിയതിൽ കാണിക്കുന്നത്. അപ്പോൾ ആ തട്ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അവർ നടത്തിയ സാമ്പത്തികമായ തട്ടിപ്പ് എന്ന് ഫേസ്ബുക്ക് സെലക്ട് ചെയ്തിട്ട് അയച്ചത്. സംഭവമൊന്നുമല്ല, അവർ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചത്. നമ്മളെല്ലാവരും മോർണിംഗിന് അയക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, പുതിയൊരു പ്രഭാതം, അതുപോലെ തന്നെ പുതിയൊരു അവസരമാണ്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതാണ്, ഒരു ഫോട്ടോ ഇട്ടിട്ട്. അപ്പോൾ അതിനാണ് ഇങ്ങനെ ഒരു പണി കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പേടിക്കാനൊന്നുമില്ല, അത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡ്. അത് നിലവിൽ ഇപ്പം കൂടുതലും AI-ന്റെ അണ്ടറിലാണ് എല്ലാ സെറ്റിങ്സും വരുന്നത്. യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും കൂടുതലും AI-ന്റെ അണ്ടറിലാണുള്ളത്. അപ്പം പിന്നെ നല്ല കറക്റ്റ് ആയിട്ടുള്ള തെറ്റല്ലാത്ത രീതിയിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പണിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കാറില്ല, നിങ്ങൾ ഇവിടെ ഇഷ്യൂസ് ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾ അത് മിസ്അണ്ടർസ്റ്റാൻഡ് ആയതാണ്. ഇവിടെയുള്ള താഴെയുള്ള റിക്വസ്റ്റ് റിവ്യൂ, ഈ റിക്വസ്റ്റ് റിവ്യൂവിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവരോട് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇന്റർഫേസ് അവർക്ക് വന്നു. ഇങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും വരില്ല. ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും വരില്ല. നിങ്ങൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി. എന്നിട്ട് ആ റിക്വസ്റ്റ് റിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ദ റെസ്ട്രിക്ഷൻ ഈസ് ടു ഹാഷ്, അതുപോലെ തന്നെ യു മിസ്അണ്ടർസ്റ്റുഡ് ദിസ് പോസ്റ്റ് ഡസൻ ബ്രേക്ക് ദ റൂൾസ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് 5 ഓപ്ഷൻ ഉണ്ട്. അതിന്റെ മുകളിൽ തന്നെ വാട്ട് ഡു യു വാണ്ട് അനദർ റിവ്യൂ, എന്തുകൊണ്ട് നിങ്ങൾ അനദർ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ട്. അപ്പൊ നമ്മൾക്ക് ഇതിൽ പറയാം യു മിസ് അണ്ടർസ്റ്റുഡ് ദിസ് പോസ്റ്റ്, അതായത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു, ഈ പോസ്റ്റിനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു എന്നാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ടിക്ക് ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ തെറ്റല്ല നമ്മൾ ചെയ്തത്, ഒരു ഗുഡ് മോർണിംഗ് പോസ്റ്റാണ് നമ്മൾ ഇട്ടത്. അപ്പൊ അതിന് അവര് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും തെറ്റല്ലാത്ത രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ റിക്വസ്റ്റ് റിവ്യൂ ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ അവിടെ ആ റൈറ്റ് സൈഡിൽ ടിക്ക് ഇട്ട് കൊടുക്കുക. ടിക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ ശേഷം അടുത്ത് നിങ്ങൾക്ക് ഇന്റർഫേസ് വരില്ല ഇങ്ങനെ ആയിരിക്കും. വാട്ട് ഷുഡ് വി നോ അബൌട്ട് യുവർ പോസ്റ്റ്, അവർക്ക് നമ്മുടെ പോസ്റ്റിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഇതിന്റെ താഴെ കുറച്ച് മാറ്റർ ഉണ്ട്. ഈ മാറ്ററിൽ നമ്മൾക്ക് ഏതാണ് അതിന് സൂട്ടബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതിൽ ഫസ്റ്റ് കാണാം ഇറ്റ് വാസ് ടു റൈസ് അവയർനെസ്, അതായത് നമ്മൾ ബോധവൽക്കരണം നടത്തുന്നത്. ഇറ്റ്സ് അബൌട്ട് ആൻ ഇമ്പോർട്ടന്റ് ഇഷ്യൂ, ഒരു ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആണിത്. ഇറ്റ്സ് നോട്ട് ഒഫൻസീവ് ഇൻ മൈ റീജിയൻ, അതായത് നമ്മുടെ നാട്ടിൽ ഇതൊന്നും നോർമലാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഗുഡ് മോർണിംഗ് അതിന്റെ താഴെ വരണ്ട, നിങ്ങൾ ഇറ്റ് വാസ് എ ജോക്ക്, അതുപോലെ തന്നെ ഐ വാസ് റെസ്പോണ്ടിങ് ടു സം വൺ എൽസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് പറ്റിയ മാറ്റർ എന്താണ്, ഇത് മൂന്നാമത്തതും കൊടുക്കാം, നമുക്ക് ആദ്യത്തതും കൊടുക്കാം. ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ അവരോട് ആദ്യത്തെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു, അവർ സെലക്ട് ചെയ്ത് കൊടുത്ത്. സെലക്ട് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം, ഒരു 5 മിനിറ്റിന് ശേഷം തന്നെ ഓക്കെ
ഇത് ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ പണിയാന്ന്. ഇത് അവരെ എനിക്ക് മെസ്സേജ് അയച്ച് എന്റെ റിപ്ലൈ കിട്ടാൻ വേണ്ടി അവർക്ക് കുറച്ച് ഡിലേ. അപ്പോൾ ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ സംഭവം ക്ലിയർ ആവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെയുള്ള പിന്നെ റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു തരത്തിലും പേടി വേണ്ട. നിങ്ങൾ തെറ്റല്ലാത്ത രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേ സ്പോട്ടിൽ തന്നെ നമുക്കത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. AI-ന്റെ അണ്ടറിലാണ് പല സ്ഥലത്തും, അതായത് യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം അവരുടെ ഭാഗത്തും ചില സമയത്തൊക്കെ മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ റിക്വസ്റ്റ് റിവ്യൂ കൊടുത്തിട്ട് ശരിയാക്കാൻ പറ്റുന്ന തന്നെയാണ്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതും. ഇനി ഇതുപോലെ സംഭവിച്ചവർക്കും അതുപോലെ തന്നെ സംഭവിക്കാനിരിക്കും. ഇനി ഫ്യൂച്ചറിൽ ചിലപ്പം എല്ലാവർക്കും ഇങ്ങനെയുള്ള ഒരു പണി കിട്ടിയെന്നിരിക്കുക. അപ്പോൾ പണി കിട്ടുന്നവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ചെയ്താൽ ക്ലിയർ ആവുന്നുള്ളൂ. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി നേരത്തെ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം, റെസ്ട്രിക്ഷൻ നിങ്ങൾ തെറ്റായ രീതിയിൽ ഏതെങ്കിലും റോങ് ആയിട്ട് നല്ല ഓവറായിട്ട് എന്തൊരു ഇഷ്യൂ ചെയ്തിട്ട് ഇങ്ങനെ ക്ലിയർ ആവുന്നൊരു ധാരണ വേണ്ട. ഇത് സിമ്പിൾ ആയിട്ടുള്ള മാറ്ററിനൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് ക്ലിയർ ആയത്. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ആവില്ല, അതിൻ്റെതായ പണിയുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.